ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഈ മാലയൊന്ന് നോക്കിയേ. ഇത് നമ്മൾ ഒരു തരത്തിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റാത്ത ഒരു മാല കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുള്ളത് ഇതുപോലല്ല, കുറച്ചുകൂടെ നല്ല ഇച്ചിരി നല്ലോണം ഇരിക്കുന്ന മാലകളൊക്കെ നമുക്ക് റെഡിയായി ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്തെടുക്കുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒരു വീഡിയോ അല്ല. ഇത് ഇത്രയും കളറെല്ലാം പോയി നശിച്ച് നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി കേട്ടോ. ഒന്നും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മാലയെ ഒരു മെത്തേഡ് കാണിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഈ മാല ഏത് രൂപത്തിലാണ് തിരിച്ച് കിട്ടുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് ചെയ്ത് നോക്കുവാണ്. ചെമ്പായിട്ടാണോ വെള്ളിയാണോ ഒന്നും അറിയില്ല കേട്ടോ. എന്തായാലും ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റാത്ത ഉപയോഗശൂന്യമായ ഒരു മാലയെ നമുക്ക് ഏത് രൂപത്തിൽ ഞാനിപ്പോൾ വീട്ടിൽ 1-2 ഐറ്റം വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പോകും. ഏത് രൂപത്തിലാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ. അപ്പോൾ വേണ്ടേ ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് പുളിയും നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, പിഴുപുളി, അത് കുറച്ചിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ നമ്മൾ പുളി ഒന്ന് തിരുമ്മിയെടുക്കണേ. തിരുമ്മിയെടുത്തിട്ട് നമ്മൾ ഈ ഒരു മാല അതിനകത്തോട്ട് ഇട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ നല്ല പോലെ മാലയും പുളിയും ആ വെള്ളത്തിനകത്തിട്ട് നല്ലപോലെ തിരുമ്മി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഞാൻ നല്ല പോളിഷാക്കി എടുത്ത് തരാമെന്നോ ക്ലീനാക്കി ക്ലിയർ ചെയ്ത് നമുക്ക് കഴുത്തിലിട്ട് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നോ എന്ന് പറയുന്ന വീഡിയോ അല്ല. ഞാനത് നേരത്തെ ചെയ്തിട്ടുണ്ട്, വേറെ വീഡിയോകൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു മാല കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ ഇത് ഏത് രൂപത്തിലാണ് കയ്യിൽ കിട്ടുന്നതെന്ന് അറിയില്ല കേട്ടോ. ചെമ്പ് കളറാണോ വെള്ളിയാണോ ഒന്നും അറിയില്ല, ക്ലിയർ ആകുമോ ഒന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം ഇടുക, ഇത് ചെമ്പാണോ വെള്ളിയാണോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒരു 5 മിനിറ്റ് തിരുമ്മി മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് വെള്ളം എടുക്കുക. കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ പുളിയും നമ്മൾ പിഴിഞ്ഞ് വെച്ച് ഇതെല്ലാം കൂടെ നമ്മൾ അതിനകത്തോട്ട് മാല സഹിതം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് അടുപ്പിൽ വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിക്കാൻ പോകട്ടെ. നല്ല പോലെ തിളയ്ക്കണവേ. ആ ഒരു തിള വന്നു കഴിയുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും മാലയുടെ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഏത് രൂപമാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിക്കാം കേട്ടോ. നല്ല പോലെ തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് നമുക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഒട്ടും എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ഷോപ്പിൽ കൊണ്ട് കൊടുത്താൽ പോലും അവർ നമുക്കത് ക്ലീൻ ചെയ്ത് തരത്തില്ല. അതുപോലെ പോയ ഒരു പഴയ എവിടെയോ ഇങ്ങനെ കിടന്ന ഒരു അഴുക്ക് പിടിച്ചൊരു മാല കേട്ടോ. അപ്പോൾ അതേണ്ടേ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നല്ല പോലെ തിളയ്ക്കുക. തിളച്ചിട്ട് നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കണം. ഇതിപ്പം കുറച്ച് തിളച്ചതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങളത് നോക്കി അതിന് ഏത് കളറാണ് വന്നതെന്ന് അറിയില്ല കേട്ടോ. ചെമ്പാണോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും നോക്കാം. അപ്പം നമ്മൾ ഇത് കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കുറച്ച് വെള്ളത്തിനകത്തോട്ട്, ഒരു പച്ചവെള്ളത്തിനകത്തോട്ട് നമ്മുടെ ഈ മാല ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ചെയ്യുന്നൊന്ന് പോളിഷ് ചെയ്യണം, കഴുകിയെടുക്കാൻ പോകും കേട്ടോ നമ്മൾ. അപ്പോൾ ഇത് ഞാനൊരു തണുത്ത വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പഴയൊരു ബ്രഷ് വേണം കേട്ടോ. നമ്മുടെ കയ്യിലൊരു പഴയ ബ്രഷ് വേണം. ബ്രഷും എടുത്ത് കുറച്ച് ഷാമ്പു ആണ് ഞാൻ എടുക്കുന്നത്. ക്ലിനിക് പ്ലസിൻ്റെ നമ്മുടെ ഒരുപാട് ഷാമ്പു ഏതായാലും കുഴപ്പമില്ല, സോപ്പ് പൊടിയോ ഷാമ്പു ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അതുകൂടെ എടുത്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഉരച്ച് കഴുകി കൊടുക്കണം കേട്ടോ. അപ്പോൾ പഴയ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഷാമ്പും തേച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ മാല. എന്താണെന്നറിയില്ല കളറ്. എന്തായാലും നമ്മൾ നല്ല പോലെ നമ്മുടെ ഷാമ്പൂ ഇട്ടൊന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. നല്ലപോലെ സോപ്പ് പതയെല്ലാം കളഞ്ഞ് കഴുകി നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിയുമ്പം നമ്മൾ ആദ്യം കാണിച്ച ലുക്കിൽ നിന്ന് ഇത് നല്ലതുപോലെ ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ ചെമ്പാണ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. ഇടയ്ക്കൊരു വെള്ളിയുടെ ഇത് കാണുന്നുണ്ട്. ഞാനത് നിങ്ങളെ അടുത്ത് സൂം ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഇടയ്ക്ക് വെള്ളിയും കാണുന്നുണ്ട്, ചെമ്പും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഈ ഒരു മാല ചെയ്തപ്പോൾ കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മളിത് പോളിഷ് ചെയ്ത് ഇത് അത്രയ്ക്കും യൂസാക്കാൻ പറ്റാത്ത മാലയാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്കൊരു വിധത്തിലും ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിത് നല്ലതുപോലെ കഴുകിയെടുത്തപ്പോൾ ഇങ്ങനെയാണ് മാല കിട്ടിയത്. നോക്കി കണ്ടോ, ഇത് ചെമ്പാണെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. നിങ്ങളറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കാവേ. വാഷ് ചെയ്തിട്ട് നിങ്ങളെ നല്ല പോലെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ അതിൻ്റെ ഗോൾഡൻ കളറ്, എനിക്കൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ തിളപ്പിച്ചതുകൊണ്ട് ആ മഞ്ഞ കളർ എവിടെയോ കണ്ടോ. ഇതാണ് നമുക്ക് ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇത് ചെമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഞാൻ ഇടയ്ക്കൊന്ന് കാണിച്ചു തരാം. ഇടയ്ക്ക് എവിടെയോ ഒരു വെള്ളി പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച മാലയിൽ നിന്നും
ഒരുപാട് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് പിന്നെ നല്ലപോലെ നമ്മൾ പുറത്തിട്ടുണ്ടാൻ പറ്റുന്ന ടൈപ്പ് അല്ലാണ്ട് ഇടയ്ക്കൊരു വെള്ളി ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമുക്കിവിടെ ഒരു വെള്ളി പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് കേട്ടോ. ഞാൻ ആ ഒരു മാല ഇങ്ങനെ ചെയ്തപ്പോൾ ഈ ഒരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. എന്താണെന്നൊന്നും അറിയില്ല, നിങ്ങൾക്ക് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ചെമ്പാണോ വെള്ളിയാണോ ഒന്നും അറിയില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിതുപോലുള്ള വീഡിയോസൊക്കെ ഇട്ടൊക്കെ വരാൻ കേട്ടോ. നല്ലതുപോലെ മാല പോളിഷ് ചെയ്തെടുക്കുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കളറോടുകൂടി ചെയ്തെടുത്ത വീഡിയോസ് ഒത്തിരി ചാനലിൽ കിടപ്പുണ്ട്. അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതെല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.